ഹലോ എവരിവൺ, ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിലെ ലാസ്റ്റ് ടോപ്പിക്കിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇക്വേഷൻസിൽ ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് വരുന്നത് ഈ ഒരു സെക്ഷനിൽ നിന്നാണ്. ആൻഡ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഇക്വേഷൻസും പഠിച്ചിരിക്കേണ്ടതുണ്ട്. ആൻഡ് കുറേ ഇക്വേഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ അതൊക്കെ നമുക്കൊന്ന് ഈസി ആയിട്ട് എങ്ങനെ ട്രിക്കിലൂടെ അല്ലെങ്കിൽ കുറച്ച് കണക്ഷൻസിലൂടെ എങ്ങനെ നമുക്കത് ഓർത്ത് വെക്കാം ഒക്കെ നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ ഞാൻ കുറച്ച് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്, കോസ് പൈ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്, കോസ് പൈ പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്, കോസ് 2 പൈ മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, സൈൻ പൈ ബൈ 2 പ്ലസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, സൈൻ പൈ മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, സൈൻ പൈ പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്, സൈൻ 2 പൈ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഇതൊന്നും കൂടാതെ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ഈസ് cos x and cos pi by 2 minus x is sin x. ഓക്കെ, ഞാൻ ഈ ഇക്വേഷൻസ് ഒക്കെ ഇങ്ങനെ നിർത്താതെ പറഞ്ഞു. ആൻഡ് ഇത് മാത്രമല്ല, ഇത് കൂടാതെ നമുക്ക് കുറേ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇത് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. സോ ഇതൊക്കെ നമുക്കൊന്ന് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. പൈ വന്നാൽ ഫംഗ്ഷൻ നോ ചേഞ്ച്. ഓക്കെ, ഓർത്തിരിക്കേണ്ടത് പൈ വന്നാൽ അവിടെ ചേഞ്ച് ഇല്ല. ആൻഡ് പൈ ബൈ 2 ആണ് വരുന്നതെങ്കിൽ ഇതാ ഇവിടെ പൈ ബൈ 2 ആൻഡ് പൈ ഇങ്ങനെ കുറേ കാണുന്നുണ്ടല്ലോ. പൈ ബൈ 2 പൈ 2 പൈ ഇങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. പൈ 2 പൈ അങ്ങനത്തെ വാല്യൂസ് വരികയാണെങ്കിൽ അവിടെ മാറ്റമില്ല. ആൻഡ് പൈ ബൈ 2 വരുവാണെങ്കിൽ അവിടെ ചേഞ്ച് ഉണ്ട്. ഓക്കെ, ആൻഡ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൈനാണ്. ഓക്കെ, സൈനാണ് ശ്രദ്ധിക്കേണ്ടത്. സൈന് വേണ്ടിയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്തായിരുന്നു? ക്വാഡ്രൻസുകളാണ്. ASTC, ഓൾ, സൈൻ, ടാൻ, കോസ്. ആൻഡ് അതിൻ്റെ റെസിപ്രോക്കൽ, സൈനിൻ്റെത് കൊസീക്കാണ്, ടാനിൻ്റെത് കോട്ടാണ്, ആൻഡ് കോസിൻ്റെത് സീക്കാണ്. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ, ഞാൻ നിർത്താതെ പറഞ്ഞ ഈ ഇക്വേഷൻസ് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് ആണ്. ഓക്കെ, കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് ഒന്ന് നോക്കിയേ. കോസ് പൈ ബൈ 2 ആണ് വന്നിട്ടുള്ളത് അല്ലേ. എക്സിൻ്റെ കൂടെ വന്നിട്ടുള്ളത് പൈ ബൈ 2 ആണ്. ഓക്കെ, കോസ് പൈ ബൈ 2 എക്സ് എന്ന് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പൈ ബൈ 2 വന്നു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ചേഞ്ച് ഉണ്ട്. ഓക്കെ, ആൻഡ് ഓർത്തിരിക്കുക, സൈനിൻ്റെ കൂടെ വരാൻ പോകുന്നത് എപ്പോഴും കോസ് ആയിരിക്കും. ഓക്കെ, സൈനിൻ്റെ കൂടെ വരുന്നത് കോസ് ആയിരിക്കും. അവിടെ ചേഞ്ച് ഉണ്ട്. സൈൻ ആൻഡ് കോസുകൾ തമ്മിലാണ് ഇങ്ങനെ മാറി വരുന്നത്. ഓക്കെ, കോസിന് ഓപ്പോസിറ്റ് ആയിട്ട് സൈൻ ആണ് വരുന്നത്, സൈൻ ഓപ്പോസിറ്റ് കോസ് ആയിട്ടാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത് പൈ ബൈ 2 വരുന്ന സമയത്ത്. സോ കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് ആവുന്ന സമയത്ത് പൈ ബൈ 2 ആണ് ഇവിടെ ഉള്ളത്. സോ എനിക്കിത് സൈൻ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് മക്കളെ ഇവിടെ നോക്കുക, പൈ ബൈ 2 ഇതാണ് എൻ്റെ പൈ ബൈ 2 അല്ലേ. ഇതാണ് 0, ഇത് പൈ ബൈ 2 ആൻഡ് ഇത് പൈ ആണ്, ഇത് 3 പൈ ബൈ 2 ആണ് അല്ലേ. സോ പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് പറയുന്നത്, എക്സ് ഒരു ആംഗിൾ ആണ്. ഓക്കെ, എക്സ് ഒരു റേഡിയൻ ആംഗിൾ ആയിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ പൈ ബൈ 2 പ്ലസ് തീറ്റ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പൈ ബൈ 2 പ്ലസ് എക്സ് ആണെങ്കിൽ ഒരു എക്സ് ആംഗിൾ ആണ് ഞാൻ ഇങ്ങോട്ട് എടുക്കാൻ പോകുന്നത് അല്ലേ. ഇതാണ് പൈ ബൈ 2ൻ്റെ ലൈൻ എങ്കിൽ പൈ ബൈ 2 പ്ലസ് എക്സ് വരുന്ന സമയത്ത് അത് എവിടെ വരുന്നു? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. അവിടെ ആരാണ് പോസിറ്റീവ്? സൈൻ എക്സ് ആണ് പോസിറ്റീവായിട്ട് വരുന്നത് അല്ലേ. സൈൻ എക്സും കൊസിക് എക്സും ആണ് അവിടെ പോസിറ്റീവായിട്ട് വരുന്നത് അല്ലേ. സോ എൻ്റെ ചോദ്യത്തിൽ എന്താണ്? കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് ആണ്. ഇവിടെ കോസ് ആണ്. കോസ് സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. സോ കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് വരുന്ന സമയത്ത് പൈ ബൈ 2 വന്നതുകൊണ്ട് അവിടെ ചേഞ്ച് വന്നു, സൈൻ എക്സ് ആയി. ആൻഡ് നമ്മൾ അവിടെ ക്വാഡ്രന്റ് ശ്രദ്ധിക്കുന്ന സമയത്ത് കോസ് സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്താണ്? നെഗറ്റീവ് ആണ്. സോ എനിക്കിവിടെ മൈനസ് സൈൻ എക്സ് എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ ഇതാ അങ്ങനെ കവർ ചെയ്തു. ആൻഡ് ഇൻ സെയിം വേ നമുക്ക് പറയാം സൈൻ പൈ ബൈ 2 പ്ലസ് എക്സ് ഈക്വൽ ടു, നോക്കിക്കോ, സൈൻ പൈ ബൈ 2 പ്ലസ് എക്സ് ഈക്വൽ ടു, നോക്കാം, സൈൻ ആണ് വന്നിട്ടുള്ളത് ആൻഡ് പൈ ബൈ 2 പ്ലസ് എക്സ് ആണ്. പൈ ബൈ 2 ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ചേഞ്ച് ഉണ്ടായി, കോസ് എക്സ് ആയി. ആൻഡ് പൈ ബൈ 2 പ്ലസ് എക്സ് ആണ്. ആൻഡ് ഇതാ സെയിം കണ്ടീഷൻ, സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ആംഗിൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ എത്തി. ആൻഡ് അവിടെ സൈൻ പോസിറ്റീവ് അല്ലേ, സൈൻ പോസിറ്റീവ് ആണ്. നമ്മുടെ ചോദ്യവും സൈൻ ആണ് വന്നിട്ടുള്ളത്. സോ എനിക്കിവിടെ പ്ലസ് സൈൻ ആണ് വരുന്നത്. സൈൻ പൈ ബൈ 2 പ്ലസ് എക്സ് എന്താണ്? കോസ് എക്സ് ആണ്. ഓക്കെ,
ആൻഡ് അടുത്തത് കോസ് പൈ ബൈ ടു മൈനസ് എക്സ്. നോക്കാം, കോസ് പൈ ബൈ ടു മൈനസ് എക്സ്. അവിടെ പൈ ബൈ ടു ആണ് കാണുന്നത് അല്ലേ, പൈ ബൈ ടു മൈനസ് എക്സ് ആണെന്നുള്ളത്. സോ പൈ ബൈ ടു അവിടെ വന്നു കഴിഞ്ഞു. പൈ ബൈ ടു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോസ് ആണ് ചോദ്യത്തിലുള്ളത്. കോസ് പൈ ബൈ ടു മൈനസ് എക്സ് ആണ്. സോ കോസ് വന്നു കഴിഞ്ഞാൽ അവിടെ സൈൻ വന്നു. സൈനിന് സൈൻ വന്നു, കോസിന് സൈൻ വന്നു. ആൻഡ് പൈ ബൈ ടു ആയതുകൊണ്ടാണ് സൈൻ എക്സ് വന്നിട്ടുള്ളത്. ആൻഡ് ഇനി നോക്കുക, കോസ് പൈ ബൈ ടു മൈനസ് എക്സ്. ഈ ആംഗിൾ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത് നോക്കിയാൽ മതി. പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? പൈ ബൈ ടു 90 ഡിഗ്രിയിൽ നിന്ന് കുറവാണ് വരേണ്ടത്. 90 ഡിഗ്രീനേക്കാളും ചെറുതാണ്. അത് ഫസ്റ്റ് ക്വാഡ്രന്റിലേക്കാണ് പോകുന്നത് അല്ലേ. അവിടെ എന്തായിരുന്നു? എ ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾ ഫംഗ്ഷൻസ്, ഓൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആർ പോസിറ്റീവ്. സോ കോസ് പൈ ബൈ ടു മൈനസ് എക്സ് വരുന്ന സമയത്ത് അവിടെ സൈൻ എക്സ് ആണ് വരുന്നത്. ആൻഡ് അതേപോലെ നമുക്ക് നോക്കാം സൈൻ പൈ ബൈ ടു മൈനസ് എക്സ്. സൈൻ പൈ ബൈ ടു മൈനസ് എക്സ്. ഓക്കെ, സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് പൈ ബൈ ടു ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കോസ് എക്സ് ആണ് വരുന്നത്. ഇനി നേരെ സൈൻ നോക്കാം. സൈൻ നോക്കണമെങ്കിൽ സൈൻ പൈ ബൈ ടു മൈനസ് എക്സ്, പൈ ബൈ ടു മൈനസ് എക്സ് വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അവിടെ സൈൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്. അവിടെ എല്ലാ ഫംഗ്ഷൻസും പോസിറ്റീവ് ആണ്. സോ പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. ഓക്കെ, സോ കോസ് പൈ ബൈ ടു പ്ലസ് എക്സ് മൈനസ് സൈൻ എക്സ്. സൈൻ പൈ ബൈ ടു പ്ലസ് എക്സ് കോസ് എക്സ് ആണ്. കോസ് പൈ ബൈ ടു മൈനസ് എക്സ് സൈൻ എക്സ് ആണ്. സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് കോസ് എക്സ് ആണ്. ഇതിങ്ങനെ നിർത്താതെ പറയാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കഴിയും അല്ലേ. എങ്ങനെ? ഈ ഒരു രണ്ട് കാര്യം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻസ് ത്രൂ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ബൈ ഹാർട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി ഓർത്തിരിക്കേണ്ടത് സൈൻ പൈ പ്ലസ് എക്സ് ആൻഡ് കോസ് പൈ പ്ലസ് എക്സ്, സൈൻ പൈ മൈനസ് എക്സ് ആൻഡ് കോസ് പൈ മൈനസ് എക്സ്. ഓക്കെ, നോക്കിക്കേ, ഇതൊന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റുമോ നോക്കിയാൽ നിങ്ങൾ. ഇതാ ഞാനിവിടെ ആ സൈഡിൽ കൊടുക്കുകയാണ്, ക്വാഡ്രന്റുകൾ കൊടുക്കുകയാണ്. സൈൻ കൺവെൻഷൻ വേണ്ടിയിട്ട് ASTC. ഓക്കെ, ഓർത്ത് വെക്കുക ASTC, ഓൾ സൈൻ ടാൻ കോസ്. ഓക്കെ, സോ സൈൻ പൈ പ്ലസ് എക്സ്. പൈ വന്നാൽ എന്താ മക്കളെ? പൈ വന്നു കഴിഞ്ഞാൽ അവിടെ ഫംഗ്ഷന് ചേഞ്ച് ഇല്ല. സോ എനിക്കിത് സൈൻ എക്സ് ആണ്. ഓക്കെ, ആൻഡ് പൈ പ്ലസ് എക്സ് ആണ് വന്നിട്ടുള്ളത്. പൈ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ. പൈ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഫംഗ്ഷൻ കിടക്കുന്നത്. ആൻഡ് പൈ പ്ലസ് എക്സ് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങോട്ട് ആംഗിൾ കയറി. അതേത് ക്വാഡ്രന്റ് ആണ്? തേർഡ് ക്വാഡ്രന്റിൽ വന്നു. അവിടെ ആരാണ് പോസിറ്റീവ്? ടാൻ ആണ് പോസിറ്റീവ് ആൻഡ് കോട്ടും ആണ് പോസിറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യത്തിൽ ഇതാണ്, നിങ്ങൾ ലെഫ്റ്റ് സൈഡാണ് നോക്കേണ്ടത്. സൈൻ ഇടുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡാണ് നോക്കേണ്ടത്. അവിടെ സൈൻ ആണ് കിടക്കുന്നത്. സൈൻ ഫംഗ്ഷൻ അവിടെ പോസിറ്റീവ് അല്ല. സോ മൈനസ് സൈൻ എക്സ് എന്ന് വരുന്നു. സൈൻ പൈ പ്ലസ് എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. ആൻഡ് കോസ് പൈ പ്ലസ് എക്സ് വന്നു കഴിഞ്ഞാലോ പൈ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിത് കോസ് ആണെന്ന് തന്നെ പറയാം അല്ലേ. കോസ് എക്സ് തന്നെയാണ് അവിടെ വരുന്നത്. ആൻഡ് സൈൻ നോക്കുന്ന സമയത്ത് പൈ പ്ലസ് എക്സ് ആണ്. ആൻഡ് ഇവിടെയും ടാൻ കോട്ടുകളാണ് അവിടെ പോസിറ്റീവായിട്ട് വരുന്നത് അല്ലേ. സോ എനിക്ക് ഇതും എന്താണ്? സൈൻ മൈനസ് തന്നെയാണ് വരുന്നത് അല്ലേ. എൻ്റെ അവിടെ സൈൻ വരുന്നത് മൈനസ് ആണ്. സോ കോസ് പൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആണ്. ഓക്കെ, ഇനി വരാൻ പോകുന്നത് സൈൻ പൈ മൈനസ് എക്സ് ആണ്. സൈൻ പൈ മൈനസ് എക്സ് നോക്കുന്ന സമയത്ത് ഇവിടെ സൈൻ ആണ് വന്നിട്ടുള്ളത് ആൻഡ് പൈ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ആംഗിൾ പൈ ആണ്. പൈ ആവുന്ന സമയത്ത് ഫംഗ്ഷൻ ചേഞ്ച് ഉണ്ടോ? ഇല്ല. സോ സൈൻ എക്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. ആൻഡ് പൈ മൈനസ് എക്സ്. ഇനി നേരെ നമ്മൾ ആംഗിൾ നോക്കുക. എന്തിന്? സൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഈ സൈൻ അല്ലേ, ചിഹ്നം സൈൻ, ആ സൈൻ ആണ് കേട്ടോ. സോ സൈൻ എക്സിന് ഏത് ചിഹ്നമാണ് മുന്നിൽ വരാൻ പോകുന്നത്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സൈൻ വരാൻ പോകുന്നതാണ് നോക്കാൻ പോകുന്നത്. സോ പൈ മൈനസ് എക്സ് എന്ന് പറയുന്ന സമയത്ത് ഏത് ക്വാഡ്രന്റിലേക്കാണ് ചാടുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റിലേക്കാണ് അല്ലേ. പൈ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയിൽ കുറവ് എന്ന് പറയുമ്പോൾ നേരെ പോകുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അവിടെ മക്കളെ സൈൻ പോസിറ്റീവ് ആണല്ലോ. സോ നമുക്കിത് പോസിറ്റീവ് ആണ്. സൈൻ പൈ മൈനസ് എക്സ് വരുന്നത് സൈൻ എക്സ് തന്നെയാണ്. ഓക്കെ, ആൻഡ് കോസ് പൈ മൈനസ് എക്സ് നോക്കിക്കഴിഞ്ഞാലോ പൈ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് കോസ് തന്നെയാണ് വരുന്നത്. ആൻഡ് കോസ് പൈ മൈനസ് എക്സ് വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ആൻഡ് അവിടെ സൈനും കൊസീക്കും ആണ് പോസിറ്റീവ്, കോസ് ഇല്ല. സോ നമുക്ക് അവിടെ നെഗറ്റീവ് പറയാം. കോസ് പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. സെയിം കണ്ടീഷനാണ് എന്തിന് വരിക? 2π വരുന്ന സമയത്തും വരിക. ഓക്കെ, സൈൻ 2π പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് ആണ്. ആൻഡ് കോസ് 2π പ്ലസ് എക്സ് എന്ന് പറയുന്നതും കോസ് എക്സ് ആണ്. ഓക്കെ, സോ നമ്മളിതാ 1 2 3 4 5 6 7 8 9 10 ഇക്വേഷൻസ് ആണ് ഇവിടെ ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ,
ഞാനത് നിർത്താതെ പറഞ്ഞ കാര്യമാണ്. ആൻഡ് അത് നമ്മൾ ഈസി ആയിട്ട് ഇപ്പം ഈ ഒരു 2 കാര്യങ്ങളിലൂടെ നമ്മുടെ ഈ ASTC ക്വാഡ്രന്റിന്റെ സൈൻ കൺവെൻഷൻ ഉപയോഗിക്കുക. ആൻഡ് അതേപോലെ പൈ വരുന്ന സമയത്ത് പൈ പ്ലസ് തീറ്റ, അതേപോലെ π/2 പ്ലസ് തീറ്റ, ആൻഡ് അല്ലെങ്കിൽ 2π n പൈകൾ വരികയാണെങ്കിൽ പൈ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക, ചേഞ്ച് ഇല്ല, ഫംഗ്ഷന് ചേഞ്ച് ഇല്ല. ആൻഡ് π/2ന്റെ മൾട്ടിപ്പിൾസ് ആണ് 3π/2 വന്നോട്ടെ, π/2 വന്നോട്ടെ, എങ്ങനെ വന്നു കഴിഞ്ഞാലും അവിടെ എന്ത് സംഭവിക്കും, ഫംഗ്ഷന് ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതിലൂടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു കഴിഞ്ഞു. ഇത്രയും ഇക്വേഷൻസ് ഒറ്റ സ്ട്രെച്ചിൽ 2 കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആൻഡ് ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു 4 ഇക്വേഷൻസ് നോക്കുക. sin x plus y, sin x plus y equal to sin x cos y plus cos x sin y. ഓക്കെ, cos x sin y. ഞാൻ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ആദ്യം എഴുതട്ടെ, ആൻഡ് നിങ്ങൾക്ക് അത് എങ്ങനെ പഠിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. അതേപോലെ sin x മൈനസ് y ഒന്ന് നോക്കാം. sin x മൈനസ് y വരുന്നത് sin x cos y മൈനസ് cos x sin y. നിങ്ങൾക്ക് ഇവിടെ എക്സ് വൈ സ്ഥാനത്ത് എയും ബിയും അപ്ലൈ ചെയ്യാം. sin a പ്ലസ് ബി എന്നുള്ളിടത്തിൽ sin a cos b പ്ലസ് cos a sin b എന്ന് പറയാം. ഓക്കെ, ഞാൻ എക്സും വൈയും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് അടുത്തത് cos x പ്ലസ് y ആണ്. cos x cos y മൈനസ് sin x sin y. ഓക്കെ, ആൻഡ് cos ഓഫ് x മൈനസ് y വരുന്നത് cos x cos y പ്ലസ് sin x sin y. ഓക്കെ, സോ ഈ 4 ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സോ ഇത് എങ്ങനെ ഓർത്തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ഒരു ടാസ്ക് ആയിട്ട് വരുന്നത്. സോ ഇക്വേഷൻസ് മാക്സിമം ഓർത്തിരിക്കുക, അത് എങ്ങനെ കണക്ഷൻസ് ട്രിക്ക് ത്രൂ, അല്ലാതെ ബൈഹാർട്ട് ചെയ്യുന്നത് ചിലപ്പം അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അത് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണമെന്നില്ല. സോ എന്തെങ്കിലുമൊക്കെ കണക്ഷൻസും ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇക്വേഷൻസ് മൈൻഡിൽ ഓർത്ത് വെക്കാൻ നോക്കാം. സോ ഇവിടെ നിങ്ങൾ sin x പ്ലസ് y നോക്കാം. ഓക്കെ, ഈ സൈനാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൂടെ ഒരാൾ എപ്പോഴും വേണം. ഓക്കെ, sin xന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൈനുകാർക്ക് എപ്പോഴും ഒരാൾ കൂടെ വേണം. സോ sin x വന്നു കഴിഞ്ഞാൽ അവിടെ cos y വരും കൂടെ. ആൻഡ് ഇവർക്ക് തമ്മിൽ പ്രശ്നമൊന്നുമില്ല, സൈനിനും കോസിനും തമ്മിൽ പ്രശ്നമൊന്നുമില്ല. സോ അവിടെ പ്ലസ് ആണ് വരുന്നതെങ്കിൽ അവർ തമ്മിലും പ്ലസ് ആണ്. ഓക്കെ, sin x cos y, സൈൻ എന്താണ് എപ്പോഴും കൂടെ ഒരാൾ വേണം. sin x cos y പ്ലസ് cos x ആണ് വരുന്നതെങ്കിൽ അവിടെ sin y വന്നു. ആൻഡ് പ്ലസ് പ്ലസ് sin x പ്ലസ് y ആണെങ്കിൽ അവിടെ പ്ലസ് സൈൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് sin x മൈനസ് y ആണെങ്കിൽ അവർ തമ്മിലും പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് സൈനിന് എപ്പോഴും കൂടെ ഒരാൾ വേണം, sin x cos y, പിന്നെ ആ മൈനസ് ആണ് അവിടെ വരുന്നത്. സോ അവിടെയും മൈനസ് cos x sin y. ഓക്കെ, സോ sin x പ്ലസ് y എന്താണ്, sin x cos y പ്ലസ് cos x sin y. ആൻഡ് sin x മൈനസ് y എന്ന് പറയുന്നത് sin x cos y മൈനസ് cos x sin y. രണ്ടിലും ഒരു ചിഹ്നം മാത്രമാണ് വ്യത്യാസം വരുന്നത്, പ്ലസ് ആൻഡ് മൈനസ് ആണ് മാറ്റം വരുന്നത്. ഓക്കെ, ആൻഡ് cos x പ്ലസ് y നോക്കാം. ഈ കോസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരുമിച്ച് നിൽക്കുള്ളൂ. ഓക്കെ, കോസും ഒരുമിച്ച് നിൽക്കുള്ളൂ. ഓക്കെ, അത് അവിടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ cos x cos y ആൻഡ് കോസാർ ഒരിക്കലും സൈനാരോട് ഒക്കൂല, അവർ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. ആൻഡ് ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണ് വരുന്നത്. ഓക്കെ, കോസുകാർ എപ്പോഴും ഒരുമിച്ചാണ്, ആൻഡ് അവർ സൈനാരോട് ഓക്കെ അല്ല. സോ cos x cos y ഒരുമിച്ച് നിന്നു, ആൻഡ് ഇവിടെ പ്ലസ് ആണെങ്കിൽ അവിടെ മൈനസ് ആണ്. cos x cos y മൈനസ് sin x sin y. ആൻഡ് നേരെ മറിച്ച് cos x മൈനസ് y ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസും എപ്പോഴും ഒരുമിച്ചാണ് നിൽക്കുന്നത്. cos x cos yകൾ ഒരുമിച്ച് നിന്നു, ആൻഡ് ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് വന്നു. ഓക്കെ, പിന്നെ sin x sin y. ഓക്കെ, ഇങ്ങനെ ഒരു കണക്ഷൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ cos x പ്ലസ് y എന്തായിരുന്നു, cos x cos y മൈനസ് sin x sin y. ആൻഡ് cos x മൈനസ് y എന്താണ്, cos x cos y പ്ലസ് sin x sin y. ഇതും ക്ലിയർ ആണല്ലോ, ഈ 4 ഇക്വേഷൻസ് ക്ലിയർ ആണ്. ആൻഡ് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാല്യൂസ് ആണ്. ഇത് നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവും. sin 75, cos 75, and sin 15 degree, cos 15 degree, and tan 75 degree and tan 15 degree. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് ഡിഗ്രി മാത്രമായിട്ടല്ല, നിങ്ങൾക്ക് റേഡിയനിലും വാല്യൂസ് തരാം. ഓക്കെ, സോ sin 75 എന്നുള്ളത് നിങ്ങൾ റേഡിയനിലേക്കും കൂടി വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാവാം. സോ 75 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് cos
15 cos 75 tan 75 tan 15 ഡിഗ്രി. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം തൊട്ട് മുന്നേ 4 ഇക്വേഷൻസ് കവർ ചെയ്തിട്ടുള്ളത്. സൈൻ 75 ഡിഗ്രി ഒന്ന് നോക്കിക്കേ. സൈൻ 75 ഡിഗ്രി എന്ന് പറയുന്ന സമയത്ത് സൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 75 ഡിഗ്രി നമുക്ക് എങ്ങനെ എഴുതാം? 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എന്ന് എഴുതിക്കൂടെ? ആൻഡ് ഇവിടെ നോക്കിക്കേ, സൈൻ എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോർമാറ്റിലായല്ലോ ഇത്. എക്സ് എന്താണ്? 45 ഡിഗ്രി ആണ് പ്ലസ് 30 ഡിഗ്രി ആണ്. തിരിച്ചു ആവാം, എനിക്ക് വേണമെങ്കിൽ 30 ഡിഗ്രി പ്ലസ് 45 എന്നും എഴുതാം, തെറ്റില്ല. സോ സൈൻ 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രീനെ ഞാൻ ഏത് ഇക്വേഷനിലേക്കാണ് കൊടുക്കേണ്ടത്? ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും? ഓർക്കുക, സൈനും എപ്പോഴും കൂടെ ഒരാൾ വേണം. സോ സൈൻ 45 ഡിഗ്രി ഇൻറ്റു കോസ് 30 ഡിഗ്രി, ആൻഡ് അവർ തമ്മിൽ പ്രശ്നമില്ല, പ്ലസ് ആൻഡ് സൈൻ കോസ് 45 ഡിഗ്രി ആൻഡ് സൈൻ 30 ഡിഗ്രി. ഓക്കെ, ആൻഡ് സൈൻ 45 ഡിഗ്രി എത്രയായിരുന്നു? സൈൻ 45 ഡിഗ്രി 1/√2 ആൻഡ് കോസ് 30 വരുന്നത് എത്രയാണ്? √3/2. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ എങ്ങനെ ഈസി ആയിട്ട് സൈനിൻ്റെ കോസിൻ്റെ വാല്യൂ 30 ഡിഗ്രി 60 ഡിഗ്രി 45 ഡിഗ്രി എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചതെന്നുള്ളത് ഒന്നുകൂടി ഞാൻ പറയുകയാണ്. ഇത് 30 ഡിഗ്രി ആൻഡ് ഇത് 60 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. 1:√3:2 ഇത് ഓർത്ത് വെക്കാം മൈൻഡിൽ. ഓക്കെ, ആൻഡ് അതേപോലെ നമ്മുടെ 45 ഡിഗ്രി വരുന്ന ഒന്ന് നോക്കുക. ഇവിടെയും 45 ആണ് ആൻഡ് ഒബ്വിയസ്ലി ഇവിടെയും 45 ഡിഗ്രിയാണ് ഈ ട്രയാങ്കിളിന് വരിക 90 ഡിഗ്രി ആണെങ്കിൽ, അല്ലേ? സോ 1:1:√2. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സൈനിൻ്റെയും കോസിൻ്റെയും 45 ഡിഗ്രി 60 ഡിഗ്രി 30 ഡിഗ്രിയിലുള്ള വാല്യൂസ് കണ്ടുപിടിക്കാം. ഇതാ കോസ് 30 ആയിരുന്നു നമുക്ക് കാണേണ്ടത്. എങ്ങനെ √3/2 എന്ന് കിട്ടി? കോസ് 30ക്ക് ഓപ്പോസിറ്റ് എന്താണ്? കോസ് 30 ഡിഗ്രി ആണല്ലേ? കോസ് 30 ഡിഗ്രി കോസ് എന്ന് പറയുന്ന സമയത്ത് എന്തായിരുന്നു? അഡ്ജസൻറ്റ് സൈഡാണ്. സോ √3 ആണ് അഡ്ജസൻറ്റ് സൈഡ്. √3 ആൻഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. സോ √3/2 ആണ് അവിടെ വരുന്നത്. പ്ലസ് കോസ് 45 ഡിഗ്രി എത്രയാണ്? 1/√2 ആണ്. കോസിൻ്റെയും സൈനിൻ്റെയും 45 ഡിഗ്രി വരുന്നത് 1/√2 ആണ്. ആൻഡ് ഇൻറ്റു സൈൻ 30 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് 1/2. ഓക്കെ, 1/2. ആൻഡ് എനിക്കിവിടെ എന്ത് കാണാം? രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ, രണ്ട് ഭാഗത്തും ഉള്ള ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്, അല്ലേ? ഇവിടെ എനിക്ക് √3/2√2 എന്ന് കാണാം, പ്ലസ് ഇവിടെ 1/2√2 എന്ന് കാണാം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്. ആൻഡ് ഇതിനെ എനിക്ക് എങ്ങനെ ഫൈനലൈസ് ചെയ്യാം? √3 + 1/2√2. ഓക്കെ, സിമ്പിൾ ആണല്ലോ. √3 + 1/2√2 എന്ന് കിട്ടി. ഓക്കെ, ആൻഡ് മക്കളെ നിങ്ങളൊന്ന് കോസ് 50 ഡിഗ്രി ഒന്ന് കണ്ടെത്തി. ഓക്കെ, കോസ് 50 ഡിഗ്രി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഓഫ് 45 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി എന്ന് പറയാലോ, അല്ലെ? സോറി, 30 ഡിഗ്രി എന്ന് പറയാലോ, അല്ലേ? 45 30 ഡിഗ്രി കുറച്ചാലാണല്ലോ 50 ഡിഗ്രി. സോ കോസ് 45 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. സോ ഇവിടെ എക്സ് ആൻഡ് വൈ ആണെന്ത്? 45ഉം 30ഉം. കോസ് എക്സ് മൈനസ് വൈ, കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്താണ്? കോസുകൾ ഒരുമിച്ച് നിൽക്കുള്ളൂ. കോസ് 45 ഡിഗ്രി ഇൻറ്റു കോസ് 30 ഡിഗ്രി, ആൻഡ് അവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്, ആൻഡ് സൈൻ 45 ഡിഗ്രി ഇൻറ്റു സൈൻ 30 ഡിഗ്രി. സോ കോസ് 45 ഡിഗ്രി 1/√2 ആൻഡ് കോസ് 30 √3/2 പ്ലസ് സൈൻ 45 ഡിഗ്രി 1/√2 ആൻഡ് സൈൻ 30 എന്താണ് വരുന്നത്? 1/2 ആണ്, അല്ലേ? സൈൻ 30 വരുന്നത് 1/2 ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ √3/√2 ഇൻറ്റു 2 പ്ലസ് 1/2√2. ഓക്കെ, ആൻഡ് ഡിനോമിനേറ്റർ സെയിം ആണ്. ഞാൻ ആഡ് ചെയ്യാണ് √3 + 1 ഡിവൈഡഡ് ബൈ 2√2. ഓക്കെ, സോ ഇവിടെ ഞാൻ തൊട്ട് മുന്നേ സൈൻ 75 ഡിഗ്രി പറഞ്ഞ സമയത്ത് √3 + 1/2√2 എന്നാണ് കിട്ടിയത്. ആൻഡ് കോസ് 50 ഡിഗ്രി വന്ന സമയത്തും √3 + 1/2√2 എന്നാണ് കിട്ടിയത്, അല്ലേ? ആൻഡ് ഈ ആംഗിൾസ് തമ്മിലുള്ള പ്രത്യേകത എന്താ? 75 ഡിഗ്രിയും 50 ഡിഗ്രിയും തമ്മിലുള്ള കണക്ഷൻ എന്താ? അത് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 90 ഡിഗ്രിയാണ്, അല്ലേ? 90 ഡിഗ്രിയാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? കോസ് 30 ഡിഗ്രിയും സൈൻ 60 ഡിഗ്രിയും ഇത് രണ്ടും ഈക്വൽ ആണ്. ആൻഡ് ഇവിടെയുള്ള ആംഗിൾസ് തമ്മിലുള്ള അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുന്നത്? 30 ഡിഗ്രിയും 60 ഡിഗ്രിയും ആഡ് ചെയ്യുന്ന സമയത്ത് 30 ഡിഗ്രിയും 60 ഡിഗ്രിയും ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 90 ഡിഗ്രിയാണ് കിട്ടുന്നത്, അല്ലേ? സോ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആംഗിൾസ് ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് 90 ഡിഗ്രി കിട്ടുന്നുണ്ട്. ആൻഡ് കോസ് ആൻഡ് സൈനുകളാണ് ഉള്ളതെങ്കിൽ
അവർ എപ്പോഴും എന്തായിരിക്കും വാല്യൂസ് ഈക്വൽ ആയിരിക്കും. കോസ് ഓഫ് 30 ഡിഗ്രിയും സൈൻ 60 ഡിഗ്രിയും ഈക്വൽ ആണ്. അതേപോലെ കോസ് 50 ഡിഗ്രിയുടെയും അതേപോലെ സൈൻ 75 ഡിഗ്രിയുടേത് വാല്യൂസ് എന്താണ്, സെയിം ആണ്. √3 + 1 / 2 √2 എന്ന് പറയാം. ഓക്കെ, ഞാനൊന്ന് അത് മാറ്റി എഴുതാണ്. കോസ് 50 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ 75 ഡിഗ്രി ആൻഡ് വിച്ച് ഈസ് √3 + 1 / √2. ഓക്കെ, ഇനി സെയിം വേ നമുക്ക് എന്ത് പറയാം, സൈൻ 50 ഡിഗ്രിയും കോസ് 75 ഡിഗ്രിയും ഈക്വൽ ആണ്. അങ്ങനെ ഇത് നമുക്കൊന്ന് കണ്ടെത്തി നോക്കിയാലോ. സൈൻ 50 ഡിഗ്രി വരുന്നത് നോക്കിക്കേ, സൈൻ 50 ഡിഗ്രിയാണ് നമുക്ക് കാണേണ്ടത്. സൈൻ 50 ഡിഗ്രി എന്ന് പറയുന്ന സമയത്ത് സൈൻ ഓഫ് 45 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി അല്ലേ, ക്ലിയർ ആണല്ലോ. സൈൻ 45 മൈനസ് 30 ഡിഗ്രി സൈൻ ഓഫ് എക്സ് മൈനസ് വൈ, സൈൻ ഓഫ് എക്സ് മൈനസ് വൈ, സൈനും എപ്പോഴും കോസ് കൂടെ വേണം. സോ സൈൻ 45 ഡിഗ്രി ഇൻറ്റു കോസ് 30 ഡിഗ്രി, അവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണ്, തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. സോ കോസ് 45 ഡിഗ്രി ആൻഡ് സൈൻ 30 ഡിഗ്രി. ഓക്കെ, സോ സൈൻ 45 ഡിഗ്രി എത്രയായിരുന്നു, 1/√2. കോസ് 30 വരുന്നത് √3/2 മൈനസ് കോസ് 45 ഡിഗ്രി വരുന്നത് 1/√2 ആൻഡ് സൈൻ 30 വരുന്നത് എത്രയായിരുന്നു, 1/2 അല്ലേ. സോ √3 - 1/2 √2 എന്നാണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ സൈൻ 50 ഡിഗ്രി എന്ന് പറയുന്നത് √3 - 1/2 √2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നത്തെ കണക്ഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം, സൈൻ 50 ഡിഗ്രി √3 - 1/2 √2 ആണെങ്കിൽ കോസ് 50 ഡിഗ്രി എത്രയായിരിക്കും വരിക, കോസ് 75 ഡിഗ്രി എത്രയായിരിക്കും വരിക, കോസ് 75 ഡിഗ്രിയും എത്രയായിരിക്കും, √3 - 1/2 √2 ആയിരിക്കും. കാരണം എന്താ, 50 ഡിഗ്രിയും 75 ഡിഗ്രിയും ആഡ് ചെയ്താൽ 90 ഡിഗ്രി കിട്ടുന്നുണ്ട്. സോ സൈൻ 15 ഡിഗ്രി ആൻഡ് കോസ് 75 ഡിഗ്രി ഈക്വൽ ആണ് അല്ലേ. അതെന്തിന് ഈക്വൽ ആണ്, √3 - 1/2 √2 ഈക്വൽ ആണ്. സോ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, സൈൻ ഓഫ് എക്സ് മൈനസ് വൈ, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ, കോസ് ഓഫ് എക്സ് മൈനസ് വൈ, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണെന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞു അല്ലേ. നമുക്ക് 15 ഡിഗ്രി അതേപോലെ 75 ഡിഗ്രിയിലുള്ള എല്ലാ വാല്യൂസുകളും സൈനിൻ്റെയും കോസിൻ്റെയും അതേപോലെ ടാനിൻ്റെ വാല്യൂസും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ടാനിൻ്റെ വാല്യൂസ് എങ്ങനെ കണ്ടെത്തും, നമുക്കപ്പോൾ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ, ടാൻ ഓഫ് എക്സ് മൈനസ് വൈ അവിടെ പെൻഡിങ് ആണ്, നോക്കാം. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ, ഓക്കെ, ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ നോക്കിക്കേ. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ നോക്കുന്ന സമയത്ത് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ നോക്കുക, ഇവിടെ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണ് കാണേണ്ടത്. അപ്പം ഞാനത് സ്പ്ലിറ്റ് ചെയ്യുന്നു. എങ്ങനെ, ടാൻ എക്സ് അവിടെ പ്ലസ് ആണ്, മുകളിൽ ഞാൻ പ്ലസ് കൊടുക്കുന്നു, ടാൻ എക്സ് പ്ലസ് ടാൻ വൈ സെപ്പറേറ്റ് ആക്കി ആൻഡ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ഓക്കെ, മുകളിൽ പ്ലസ് ആണ്, സോ താഴെ മൈനസ് ഇട്ടു ആൻഡ് താഴെ ടാൻ എക്സും ടാൻ വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. അതേപോലെ നമുക്ക് ടാൻ ഓഫ് എക്സ് മൈനസ് വൈ ചെയ്യാം. ഒന്നുമില്ല, അവിടെ നേരത്തെ ടാൻ എക്സ് പ്ലസ് വൈ ആണ് വന്നത്, ഇവിടെ എക്സ് മൈനസ് ആയി, അപ്പം ചിഹ്നം മാറിയില്ലേ. അതേപോലെ ആൻസറിലും എന്ത് ചെയ്യുക, ചിഹ്നങ്ങളെ എക്സ്ചേഞ്ച് ചെയ്യുക. ടാൻ എക്സ് മൈനസ് ടാൻ വൈ എന്ന് വരും ഇവിടെ അല്ലേ. ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആവും, മുകളിൽ മൈനസ് ആണ്, സോ താഴെ പ്ലസ് 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ആൻഡ് ടാൻ ഓഫ് എക്സ് മൈനസ് വൈ എന്തിന് ഈക്വൽ ആണ്, ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ ആൻഡ് ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. ഓക്കെ, സോ ഇത് വെച്ചിട്ടൊന്ന് നമുക്ക് ടാൻ 15 ഡിഗ്രി ഒന്ന് കണ്ടെത്തി നോക്കിയാലോ. നമുക്ക് ഓൾറെഡി സൈൻ 15 ഡിഗ്രിയും കോസ് 15 ഡിഗ്രിയും അറിയാമെങ്കിൽ നമുക്ക് ടാൻ 15 ഡിഗ്രി ഈസി ആയിട്ട് കണ്ടെത്താമല്ലേ, സൈൻ ബൈ കോസ് ആണ്. അതുകൂടാതെ ടാൻ 15 ഡിഗ്രി മാത്രം കാണാൻ പറയുകയാണെങ്കിൽ, ടാൻ 15 ഡിഗ്രി മാത്രം കാണാൻ പറയുകയാണ് എങ്ങനെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ, ടാൻ ഓഫ് 45 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി ആണല്ലോ അല്ലേ. ടാൻ 15 എന്ന് പറയുന്നത് ടാൻ ഓഫ് 45 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് വൈ ഫോർമാറ്റിലാണുള്ളത് അല്ലേ, ടാൻ ഓഫ് എക്സ് മൈനസ് വൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം, ടാൻ ഓഫ് 45 ഡിഗ്രി മൈനസ് ടാൻ ഓഫ് 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ ഓഫ് 45 ഡിഗ്രി ഇൻറ്റു ടാൻ ഓഫ് 30 ഡിഗ്രി അല്ലേ. ആൻഡ് ടാൻ 45 ഡിഗ്രി എത്രയാണ്, ടാൻ 45 ഡിഗ്രി 1 ആണല്ലേ, ടാൻ 45 ഡിഗ്രി 1 ആണ്. ആൻഡ് മൈനസ് ടാൻ 30 ഡിഗ്രി, ടാൻ 30 ഡിഗ്രി വരുന്നത് 1/√3 ആണ്. നേരെ ട്രയാങ്കിളിലേക്ക് പോയി നോക്കാം. സൈൻ 30യും കോസ് 30 നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ടാൻ 30 കണ്ടുപിടിക്കാം. 1/√3 ആണ് വരുന്നത്.
ആൻഡ് അതേപോലെ 1 പ്ലസ് 1 ഇൻറ്റു 1/√3. ഓക്കെ, സോ ഇത് ഞാൻ ക്രോസ് ചെയ്യാൻ പോവാണ്. ക്രോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ √3 ആൻഡ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/√3 എന്ന് പറയുന്ന സമയത്ത് ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ √3 അല്ലേ. ആൻഡ് ഇതെനിക്ക് ഡിനോമിനേറ്ററിലും ഒരു റേഷണൽ നമ്പർ വരുന്നു, അല്ല റേഷണൽ നമ്പർ അല്ല, a/b ഫോർമാറ്റ് വരുന്നു. a/b മൈനസ് a/b ബൈ c/d എന്നുള്ള ഫോർമാറ്റിലാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. a/b ബൈ c/d. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താണ്? a/b ഇൻറ്റു d/c അല്ലേ. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. സോ √3 മൈനസ് 1/√3 ഇൻറ്റു √3 ഡിവൈഡഡ് ബൈ √3 പ്ലസ് 1. ഓക്കെ, എനിക്ക് √3 ക്യാൻസൽ ചെയ്യാം. സോ √3 മൈനസ് 1/√3 പ്ലസ് 1. ക്ലിയർ ആണല്ലോ. √3 മൈനസ് 1/√3 പ്ലസ് 1 ഇത് ആൻസർ ആയിട്ട് കിട്ടി. പക്ഷേ ടെസ്റ്റ് ഉണ്ട്, √3 മൈനസ് 1/√3 പ്ലസ് 1 അല്ലാതെ ഇതിന് വേറൊരു ആൻസറും കൂടി വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് കണ്ടെത്താം. അതായത് ഈ നിങ്ങൾക്കിപ്പോൾ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് വരികയാണ്, നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ അതിൽ ഇങ്ങനെ ഒരു വാല്യൂ ഇല്ല. നിങ്ങൾക്ക് √3 മൈനസ് 1/√3 പ്ലസ് 1 എന്നുള്ളൊരു വാല്യൂ tan 15 ഡിഗ്രിക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അതിന് വേറൊരു വാല്യൂ കൂടി ഉണ്ട് എന്നുള്ളതാണ്. സോ അതെങ്ങനെ കാണാം? ഒന്നും ചെയ്യണ്ട, നമുക്ക് √3 മൈനസ് 1/√3 പ്ലസ് 1നെ ഡിനോമിനേറ്ററിൽ √3 പ്ലസ് 1 അല്ലേ ഉള്ളത്. ഞാനപ്പോൾ √3 മൈനസ് 1 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, √3 മൈനസ് 1 ഇൻറ്റു √3 മൈനസ് 1. അതേപോലെ ഡിനോമിനേറ്ററിൽ √3 പ്ലസ് 1 ഇൻറ്റു √3 മൈനസ് 1. എന്തായിരുന്നു? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. ഇതെൻ്റെ a, ഇത് b. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്താണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലേ, ഓർക്കുന്നില്ലേ? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ആൻഡ് മുകളിൽ √3 മൈനസ് 1 ഇൻറ്റു √3 മൈനസ് 1 ആണ്, a ഇൻറ്റു a സ്ക്വയർ. സോ √3 മൈനസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ √3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ അല്ലേ. ക്ലിയർ ആണ്. സോ √3 മൈനസ് 1 ഹോൾ സ്ക്വയർ a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റിലാണ്. a സ്ക്വയർ √3 സ്ക്വയർ അതായത് 3 പ്ലസ് 1 സ്ക്വയർ 1 മൈനസ് 2√3 ഇൻറ്റു 1 2√3 അല്ലേ. ആൻഡ് ഡിവൈഡഡ് ബൈ √3ൻ്റെ സ്ക്വയർ 3 മൈനസ് 1. സോ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് 4 മൈനസ് 2√3 ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. ഞാനിത് വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 മൈനസ് √3 എന്ന് വന്നു കഴിഞ്ഞു. ഓക്കെ, സോ എനിക്ക് tan 15 ഡിഗ്രിക്ക് വേറൊരു വാല്യൂ കൂടി വന്നു, 2 മൈനസ് √3. ആൻഡ് ഓൾസോ വി ഹാഡ് √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ √3 പ്ലസ് 1. ഓക്കെ, ക്ലിയർ ആണല്ലോ. tan 15 ഡിഗ്രിയാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടുള്ള ഇക്വേഷൻസും മെത്തേഡ്സും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുള്ള എക്സസൈസ് തന്നെയാണ്. 3 sin π/6 seek π/3 minus 4 sin 5π/6 cot π/4 equal to 1. Prove that. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. പ്രൂവ് ദാറ്റ്, ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഒന്നുമില്ല, നമുക്ക് ഈ വാല്യൂസ് ഒക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ആൻഡ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടുന്നത് തെളിയിച്ചാൽ മതി. ഓക്കെ, സോ 3 ഇൻറ്റു സൈൻ π/6 3 ഇൻറ്റു സൈൻ π/6 എത്രയാണ്? 1/2. ആൻഡ് സീക്ക് π/3. സീക്ക് π/3 അറിയുന്നതിന് മുമ്പ് സീക്ക് എന്തായിരുന്നു? 1/cos ആണ്. സോ cos π/3 എത്രയാണ്? cos π/3 വരുന്നത് 1/2 ആണ് അല്ലേ. cos π/3 വരുന്നത് 1/2 ആണ്. അതുകൊണ്ട് സീക്ക് അതിന്റെ റെസിപ്രോക്കൽ ഇൻറ്റു 2 മൈനസ് 4 ഇൻറ്റു സൈൻ 5π/6 ഞാൻ മാറ്റി എഴുതുകയാണ്. എങ്ങനെ? സൈൻ ഓഫ് 6π മൈനസ് പൈ. 5π എന്ന് പറയുന്നത് എന്താ? 6π ഒരു പൈ കുറച്ചതല്ലേ. ആൻഡ് ഡിവൈഡഡ് ബൈ 6 ആൻഡ് കോട്ട് π/4 ഞാൻ അങ്ങനെ എഴുതാണ് തൽക്കാലം. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു, എന്തിന് ഈക്വൽ ആണെന്നാണ്? 1ന് ഈക്വൽ ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. സോ അത് അവിടെ നിൽക്കട്ടെ. ആൻഡ് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 1/2 ഇൻറ്റു 2 മൈനസ് 4 ഇൻറ്റു സൈൻ 6π മൈനസ് π/6 ഞാൻ 6 ഇവിടെ കട്ട് ചെയ്യാം. എനിക്ക് അതേപോലെ π/6 അവിടെ വരികയും ചെയ്യും അല്ലേ. സോ സൈൻ ഓഫ് പൈ മൈനസ് π/6 അല്ലേ. സൈൻ ഓഫ് പൈ മൈനസ് π/6. ഓർക്കുക, പൈ വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷന് മാറ്റമില്ല, സൈൻ തന്നെയാണ് വരാൻ പോകുന്നത്. സൈൻ π/6 തന്നെയാണ് വരാൻ പോകുന്നത് അല്ലേ. സൈൻ π/6 തന്നെയാണ്. ആൻഡ് ഇവിടെ സൈൻ ആണ് നോക്കേണ്ടത്. സൈൻ π/6
പൈ മൈനസ് പൈ ബൈ 6 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ മക്കളെ, സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ആൻഡ് അവിടെ എന്താണ് സൈൻ്റെ വാല്യൂ ASTC ഓർക്കുക, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്. സോ ഇവിടെ സൈനിന് മാറ്റമൊന്നുമില്ല. ആൻഡ് സൈൻ പൈ ബൈ 6 എത്രയായിരുന്നു, സൈൻ പൈ ബൈ 6 1/2 ആണ് അല്ലേ, 1/2 ആണ്. ആൻഡ് കോട്ട് പൈ ബൈ 4 ടാൻ പൈ ബൈ 4 1 ആണ്. സോ കോട്ട് പൈ ബൈ 4 എന്തായിരിക്കും, 1 ആയിരിക്കും. അതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 1 ആണ് വരുന്നത് അല്ലേ. ആൻഡ് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരുന്നത് നോക്കിയാൽ മതി, 3 ആണ് വരിക അല്ലേ. 2 × 2 1/2 ക്യാൻസൽ ആയി. ആൻഡ് 4 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്, 2 ആണ്. 3 - 2 വരുന്നത് 1 ആണ്. സിമ്പിൾ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു 3 - 2 = 1 ആണ്. ആൻഡ് 3 sin π by 6 sec π by 3 - 4 sin 5 π by 6 cot π by 4 എന്തിന് ഈക്വൽ ആണ്, 1 ഈക്വൽ ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ആൻഡ് ഇതേപോലെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് tan of 13 π by 12. ഓക്കെ, 13 π by 12 ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇത് റേഡിയനിലാണ് തന്നിട്ടുള്ളത്. സോ ഈ 13 പൈനെ ഞാൻ എങ്ങനെ മാറ്റുകയാണ്, 12 π + π എന്ന് എഴുതി കൂടെ എനിക്ക് അല്ലേ. 13 π എന്ന് പറയുന്നത് 12 π + π ആണെന്ന് പറയാം. ആൻഡ് ഡിവൈഡഡ് ബൈ 12 ആണല്ലോ. സോ tan 12 π by 12 എന്ന് പറയുന്ന സമയത്ത് അവിടെ പൈ വന്നു, പ്ലസ് π by 12 ആണ് അവിടെ കിടക്കുന്നത്. ആൻഡ് പൈ വന്നു കഴിഞ്ഞാൽ സൈനിൻ്റെ കോസിൻ്റെ പോലെ തന്നെ ടാനിനും പൈ വന്നു കഴിഞ്ഞാൽ അവിടെ ചേഞ്ച് ഇല്ല, ടാൻ തന്നെയാണ് വരാൻ പോകുന്നത്, tan π by 12. ഓക്കെ, ആൻഡ് ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ് വരാൻ പോകുന്നത്. അവിടെ ടാൻ എന്താണ്, പോസിറ്റീവ് ആണ്. സോ tan π by 12 ആണ് വരുന്നത്. ഈ π by 12 എത്രടാ, π by 12 എന്ന് പറയുന്നത് 15 ഡിഗ്രി ആണ്. ഓക്കെ, tan 15 ഡിഗ്രി ആണ്. ആൻഡ് tan 15 ഡിഗ്രി എങ്ങനെയാണ് നമ്മൾ കണ്ടത് എന്നുള്ളത് തൊട്ട് മുന്നേ നോക്കിയിട്ടില്ലേ. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, tan 15 ഡിഗ്രി എന്ന് പറയുന്നത് tan 45 ഡിഗ്രി - 30 ഡിഗ്രി വെച്ചിട്ട് tan of x - y വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അവിടെ രണ്ട് വാല്യൂസ് വന്നിരുന്നു, √3 - 1/√3 + 1 അതേപോലെ 2 - √3 എന്ന് പറയുന്ന വാല്യൂസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ ഈ ഒരു അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. tan 13 π by 12 എന്ന് പറയുന്നത് π by 12 ഈക്വൽ ആണ്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് അടുത്തൊരു ചോദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് tan 3x × tan 2x × tan x which is equal to tan 3x - tan 2x - tan x. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ tan 3x അങ്ങോട്ട് എടുക്കുകയാണ്. ഓക്കെ, tan 3x അങ്ങോട്ട് എടുക്കുകയാണ്. ആൻഡ് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ പ്രതീക്ഷയാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ tan 3x ഞാൻ ഇങ്ങോട്ട് എടുത്തു. tan 3x എനിക്ക് എങ്ങനെ എഴുതാം, tan of 2x + x എന്ന് എഴുതാലോ അല്ലേ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവിടെ, ഇല്ല. tan 3x നമുക്ക് tan 2x + x എന്ന് എഴുതാലോ അല്ലേ. ആൻഡ് ഇതിപ്പോൾ tan of x + y എന്നുള്ള ഫോർമാറ്റിലായല്ലോ. നമുക്ക് tan of x + y എന്തായിരുന്നു, tan of x + y എന്തായിരുന്നു, tan of x + y എന്ന് പറയുന്നത് tan x + tan y ഡിവൈഡഡ് ബൈ 1 - tan x tan y അല്ലേ, 1 - tan x tan y. സോ അതേപോലെ എനിക്ക് ഇവിടെ tan 2x + tan x ഡിവൈഡഡ് ബൈ 1 - tan 2x tan x ഇങ്ങനെ എഴുതാലോ. ബുദ്ധിമുട്ടുണ്ടോ, ഇല്ല. സോ ആൻഡ് ഇത് എന്തിന് ഈക്വൽ ആണ്, tan 3x ഈക്വൽ ആണ്. ഞാൻ ഈ ഡിനോമിനേറ്ററിനെ ഈ എൻ്റെ LHSലേക്ക് കൊണ്ടുപോകാം. tan 3x അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ എന്താവും, മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. ആൻഡ് ഞാൻ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. tan 3x × 1 വന്നു കഴിഞ്ഞാൽ tan 3x - tan 2x × tan x നോട് tan 3x ഗുണിച്ചു കഴിഞ്ഞാൽ tan 3x × tan 2x × tan x അതെന്തിന് ഈക്വൽ ആണ്, tan 2x + tan x ഈക്വൽ ആണ് അല്ലേ. ഞാൻ ഈ ഡിനോമിനേറ്ററിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാലുള്ള അടുത്ത സ്റ്റെപ്പാണിത്. ഓക്കെ, ആൻഡ് ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഈ tan 3x × tan 2x × tan x ഞാൻ എങ്ങോട്ട് കൊണ്ടുപോവാണ്, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. ആൻഡ് ഈ tan 2x + tan x ഞാൻ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ സൈൻ ചേഞ്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, tan 3x - tan 2x - tan x which is equal to ഈ tan 3x × tan 2x × tan x ഇവിടെ മൈനസ് സൈനിലാണ്. ആൻഡ് അത് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പ്ലസ് ആയി, tan 3x × tan 2x × tan x. ഓക്കെ,
ക്ലിയർ ആണല്ലോ. നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യം പ്രൂവ് ചെയ്തു. ഞാനിവിടെ ചോദ്യത്തിൽ അത് LHS ഉം RHS ഉം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ രണ്ടും സെയിം ആണ് അല്ലേ. tan 3x into tan 2x into tan x ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു tan 3x മൈനസ് tan 2x മൈനസ് tan x. ഓക്കെ, ക്ലിയർ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചൊരു വ്യത്യാസമുണ്ട്. നമ്മൾ അറേഞ്ച്മെന്റ്സ് നമ്മൾ ലെഫ്റ്റ് സൈഡ് പ്രൂവ് ചെയ്ത് പോയിട്ട് അങ്ങനെ റൈറ്റ് സൈഡിലേക്ക് എത്തിയതല്ല, ഡിറൈവ് ചെയ്ത് പോയിട്ട് അങ്ങനെ റൈറ്റ് സൈഡ് കിട്ടിയതല്ല. നമ്മൾ അവിടെ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് tan 3x ഈക്വൽ ടു tan of 2x plus x എന്ന് എടുത്തിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ കൊടുത്തതിന് ശേഷം സിംപ്ലിഫൈ ചെയ്ത് എടുത്തതാണ് എന്ത്, ഈ പ്രൂഫ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ ആ തൊട്ട് മുന്നേ പഠിച്ച 10 ഇക്വേഷൻസ് ആൻഡ് പ്ലസ് ആ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ, കോസ് ഓഫ് എക്സ് മൈനസ് വൈ, സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ആൻഡ് ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ, ടാൻ ഓഫ് എക്സ് മൈനസ് വൈ. ഇതൊക്കെ കണക്ഷൻസ് ത്രൂ അല്ലെങ്കിൽ ട്രിക്കിലൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. ഓക്കെ, എക്സാമിന് മുന്നേ ഇരുന്ന് പഠിക്കാതെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ട്രിഗണോമെട്രി ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം, തലേന്ന് ഇരുന്ന് പഠിക്കാതെ. കാരണം ഇക്വേഷൻസ് കുറേ ഉണ്ട്, നിങ്ങൾക്ക് മൈൻഡിൽ അത് നിൽക്കണമെന്നില്ല. ആൻഡ് ഈ കണക്ഷൻസ് ത്രൂ ആണെങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ട്രിഗണോമെട്രിക്ക് ഒന്ന് കവർ ചെയ്യുക. കാരണം കുറച്ച് വലിയ ചാപ്റ്ററാണ്, കുറേ കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. Okay, so once again it's me, Mr. Max, signing off. Goodbye.